വടകര ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. LDF, NDA സ്ഥാനാർത്ഥികളായ KK ശൈലജയും CR പ്രഫുൽ കൃഷ്ണയും ബുധനാഴ്ച പത്രിക സമർപ്പിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടെ വടകരയിലെ പോരാട്ടച്ചൂട് കനക്കുമെന്ന് വോട്ടർമാരുടെ പ്രതീക്ഷ. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനും കോൺഗ്രസിനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലം. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ രൂപീകരണം മുതൽ ഇന്ന് വരെ വടകരയിലെ വോട്ടർമാർ സോഷ്യലിസ്റ്റുകളെയും കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഓരോ കാലഘട്ടത്തിലും ലോക്സഭയിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ 1996 മുതൽ 2004 വരെ ഇടതിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു വടകര. 96-ൽ O ഭരതനിലൂടെ തുടങ്ങിയ CPM ജൈത്രയാത്ര 2004 വരെ തുടർന്നു. 2009-ൽ കടത്തനാടിനെ ഞെട്ടിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മണ്ഡലം പിടിച്ചെടുത്തു. പിന്നീടിങ്ങോട്ട് ഇന്ന് വരെ വടകരയിൽ LDFന് വെന്നിക്കൊടി പറിക്കാനായിട്ടില്ല. ഇക്കാലയളവിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പമായിരുന്നിട്ടും വടകര ഇടതിന് തിരിച്ചുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. ഇത്തവണ വടകര ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളും ഇടതിൻ്റെ കയ്യിലാണ്. എന്നിരുന്നാലും വടകരയിലെ RMPയുടെ സാന്നിധ്യവും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ പ്രവർത്തനവും BJPയുടെ വോട്ട് വിഹിതവും മണ്ഡലത്തിൻ്റെ ഭാവിക്ക് നിർണായകമാകും. നിലവിൽ NDA മുന്നണി BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരമ്പരാഗത വോട്ടുകൾ പരമാവധി സമാഹരിക്കാനാണ് BJPയുടെ ശ്രമം. അതേസമയം LDFും UDFും പരസ്പരം ജനക്കൂട്ടത്തെ ഇറക്കിയാണ് തങ്ങളുടെ ശക്തി ഇത്തവണ തെളിയിക്കുന്നത്. ഓരോ അങ്ങാടിയിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിലും പരമാവധി ആളെ പങ്കെടുപ്പിച്ച് ചെറിയ റാലികളാണ് LDFും UDFും വടകരയിൽ നടത്തി പരസ്പരം വെല്ലുവിളിക്കുന്നത്. എന്നാൽ പ്രചാരണത്തിലെ ജനക്കൂട്ടം വോട്ടായി മാറില്ലെന്ന വാദമാണ് ഇരുകൂട്ടരും ഉയർത്തുന്നത്. എന്തായാലും വടകര ഇത്തവണ ആർക്കൊപ്പം എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.